ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. പാനലിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്ഥാപകനായ മിസ്റ്റർ ആഷ് മുഫറയിൽ നിന്ന് വളരെ ആവേശകരമായ ചില വാർത്തകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു തമാശയെന്തെന്നാൽ അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ലൈവ് ചെയ്യണം. എനിക്ക് ചില ആവേശകരമായ വാർത്തകളുണ്ട്. അത് ബാക്ക് ഓഫീസിൽ ഒരു തഥ്യത ആയി ഇടാൻ ഞാൻ പോകുന്നില്ല. നമുക്കീ ആഘോഷം തുടങ്ങാം. അതുകൊണ്ട് റെഡ് തന്റെ ലൈവ് തുടങ്ങിയ ഉടൻ തന്നെ ഞാൻ വിളിച്ചു ഈ പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് മിസ്റ്റർ ആഷ് മുഫറയിൽ നിന്നുള്ള ഈ ആവേശകരമായ വാർത്ത കേൾക്കാൻ ഇന്ന് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ആഷ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ശരി, വളരെ നന്ദി. എല്ലാവർക്കും മികച്ച ദിവസമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി സൂസി. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയതിന് നന്ദി. നിങ്ങളുടെ ലൈവിൽ ഇത് പ്രഖ്യാപിച്ചതിന് റെഡിന് നന്ദി. ഈ യാത്രയിലുടനീളം ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും മികച്ച ചില ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ വിജയത്തിന്റെ വാതിൽക്കൽ നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെ ഒരു മികച്ച കാര്യമാണ്. പെട്ടെന്ന്, പ്ലാനില്ലാതെ, ഷെഡ്യൂൾ ചെയ്യാതെ ഈ ലൈവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതിന്റെ കാരണം ഇതിനൊരു പ്രത്യേക ടോൺ നൽകാനാണ്. ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് രൂപത്തിലോ രഥത്തിലൂടെയോ അത് നൽകാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാം എന്ന് ഞാൻ കരുതി. കുറച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായി, വിക്ടറി വിത്ത് ആഷ് തറ്റംഡേ വിത്ത് ആഷ് എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. രണ്ടാമതായി, നമ്മൾ ഇതിനായി തയ്യാറാണോ, ഇതിന്റെ സമയക്രമം, ഷെഡ്യൂൾ, പ്ലാൻ എന്നിവ എന്തൊക്കെയാണ്. തീർച്ചയായും മൂന്നാമത്തെ വിഭാഗത്തിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഞങ്ങളുടെ മുൻഗണനാ സ്ഥാനത്തേക്കുള്ള ആളുകളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഞാൻ സംസാരിക്കും. 3 പ്രധാന വിഷയങ്ങളുണ്ട്. ഞാൻ ഇത് തുടങ്ങാം. ഇന്ന് ഞാൻ ബിസിനസ്സിൽ ഇതുവരെ ഇത്രയധികം ആവേശഭരിതനായിട്ടില്ല. കാരണം കാര്യങ്ങൾ പ്ലാൻ ചെയ്തുപോലെ ഷെഡ്യൂൾ അനുസരിച്ച് ഒടുവിൽ നടപ്പിലാകുന്നത് എനിക്കിഷ്ടമാണ്. കുറച്ചുകാലം മുൻപ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യം മുതൽ ഒരു പുതിയ വാഹനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. വിക്ടറി വിത്ത് ആഷ് നെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ അത് വികസിപ്പിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് പഴയ വാഹനമായ ഓൺപാസീവിൽ നിന്ന് മാറുന്നതെന്ന് പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. വ്യക്തമാക്കാൻ വേണ്ടി പറയട്ടെ, ഓൺപാസീവ് അടച്ചുപൂട്ടിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് അത് നമ്മെ എത്തിക്കില്ല. സ്വപ്നം അതുതന്നെയാണ്. വാസ്തവത്തിൽ അത് കൂടുതൽ മികച്ച രീതിയിൽ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ സ്വപ്നത്തിലേക്ക് തന്നെ പോവുകയാണ്. വിരോധികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മോശം വാർത്തയാണ്. നമ്മൾ എവിടേക്കും പോകുന്നില്ല. നമ്മൾ ആ സ്വപ്നം നേടാൻ പോവുകയാണ്. അത് ഇപ്പോൾ കയ്യെത്തും ദൂരത്താണ്. നിങ്ങൾ അപ്രത്യക്ഷരായാലും, മരിച്ചാലും, നിരാശരായാലും, എന്തായാലും ആരും നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കീഴടങ്ങുകയോ ആ സ്വപ്നത്തെ പിന്തുടരുന്നത് ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. വാസ്തവത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് ഒഴിവാക്കാനാവാത്തതാണ്. കാരണം അതിനുള്ള ശരിയായ ചേരുവകൾ നമ്മുടെ പക്കലുണ്ട്. അതായത് മനോഭാവം, ഉദ്ദേശ്യം, നെറ്റ്വർക്ക്, സാങ്കേതികപരമായ കഴിവ്, ഹൃദയം, ഉറവിടങ്ങൾ, പണം, പിന്നെ ഡിമാൻഡ്. അത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇത് വേണം. ഞങ്ങൾ അത് നിർമ്മിക്കും. ഞങ്ങൾ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺപാസീവിൽ നിന്ന് ഡ്രീം ബിസിനസ്സിലേക്കുള്ള ഈ പാലം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ കാരണം പ്രധാന ബിസിനസ്സിനെക്കുറിച്ച് ഓൺപാസീവ് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കഴിയുമായിരുന്നു, പക്ഷേ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്നത് പോലെയാകും. പഴയ കാര്യങ്ങൾ, അതേ ആശയങ്ങൾ, അതേ മാനസികാവസ്ഥ, അതേ അർഹതാവാദം, അതേ നെഗറ്റീവ് കാര്യങ്ങൾ, അതേ നെറ്റ്വർക്ക്, അതേ ഘടന. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മെ എത്തിക്കില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക, സ്വകാര്യ പ്ലാറ്റ്ഫോമിൽ പ്രധാന ബിസിനസ്സിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അതിന് ഞങ്ങൾ വിക്ടറി വിത്ത് ആഷ് എന്ന് പേരിട്ടു. ആ പേര് തന്ത്രപരമായി തിരഞ്ഞെടുത്തതാണ്. വിജയം എന്നത് നമ്മുടെ ലക്ഷ്യബോധത്തെയും സ്ഥിരോത്സാഹത്തെയും ജയിക്കാനുള്ള നിശ്ചയദാർഢ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ശരിയായ പരിശ്രമം നടത്തുന്നു. ഇത് ആഷിനുവേണ്ടിയുള്ള വിജയമല്ല. ആഷ് തന്റെ വിജയമോ നേട്ടമോ പുറത്തുകൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വിക്ടറി വിത്ത് ആഷിലൂടെ ഞാൻ ആഷിനുവേണ്ടി ഒന്നും നൽകുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യവുമില്ല.
അതുകൊണ്ട് ആഷിനു വേണ്ടിയുള്ള വിജയമെന്നോ ഇതോ എന്നൊക്കെയുള്ള ചിന്തകൾ. എന്റെ വിജയം പ്രഖ്യാപിക്കാൻ ഞാൻ എന്തിനാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്? ഇന്റർനെറ്റിൽ എവിടെയെങ്കിലുമുള്ള ഒരു കമന്റ് എന്റെ വിജയത്തെ തീരുമാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ഒരു വിജയിയാണ്. വിജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ അപ്രസക്തമാണ്. നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും അത് കാര്യമാക്കുന്നില്ല, കാരണം അതൊരു പ്രശ്നമേയല്ല. അത് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റിവിറ്റി മാത്രമേ കൊണ്ടുവരൂ. അത് എന്റെ തലയിൽ പോലും കയറുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ആഷിനൊപ്പമുള്ള വിജയമാണ്, അല്ലാതെ ആഷിനുവേണ്ടിയുള്ളതോ ആഷിൽ നിന്നുള്ളതോ അല്ല. നിങ്ങൾ വെറുതെയിരുന്ന് സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഞാൻ നിങ്ങൾക്ക് വിജയം അയച്ചു തരുന്നതുപോലെ അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഒരുമിച്ചുള്ള വിജയവും മുന്നോട്ട് പോകലുമാണ്. ഇതൊരു ദ്വിമുഖപാതയാണ്. നിങ്ങളും ഞാനും. ഞങ്ങൾ ഒരുമിച്ച് വിജയം നേടുന്നു. എനിക്ക് ഒരുപാട് മൂല്യം നൽകാനുണ്ട്. എനിക്ക് ഈ പ്ലാറ്റ്ഫോം ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് ആഷ് എന്ന് വെച്ചാൽ ഇത് ഓൺ പാസീവിനൊപ്പമുള്ളതോ ഒരു ബിസിനസ്സിനൊപ്പമുള്ളതോ അല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വ്യക്തിപരമായ സമ്മാനമാണ്. ആരും ഇതിന് ഒരു പൈസ പോലും നൽകിയിട്ടില്ല. ഈ പാനലിലുള്ള 11 അത്ഭുതകരമായ ആളുകൾക്ക് ഞാൻ ഇത് നൽകുകയാണെങ്കിൽ ഞാൻ അവരുടെ ജീവിതം മാറ്റും, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തും എന്ന് എനിക്കറിയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മനോഹരമായ അടിത്തറയും നെറ്റ്വർക്കുമാണ്. മറ്റൊരു 10 പേരെ കൂടി ചേർക്കുന്നു. ഒരു 100 പേരിൽ, ഒരു 1000 പേരിൽ. ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് ഇത് എണ്ണത്തെക്കുറിച്ചല്ല, അവസരം സ്വീകരിക്കുകയും അത് ശരിക്കും പ്രയോഗിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ബിസിനസ്സിൽ. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിന്റെ കൃത്യമായ വിശദാംശങ്ങളെക്കുറിച്ചും അതിന്റെ റോളൗട്ടിനെക്കുറിച്ചും ഞാൻ സംസാരിക്കാം. ഡ്രീം ബിസിനസ്സിനെക്കുറിച്ച് ഓൺ പാസീവിൽ സംസാരിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് നമുക്ക് ഇത് സൃഷ്ടിക്കേണ്ടി വന്നു. ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചും നിലവിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ചില തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. കൂടാതെ നമ്മുടെ ചിന്തകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന രീതി മെച്ചപ്പെടുത്തേണ്ടതുമുണ്ട്. അതുകൊണ്ട് വിക്ടറി വിത്ത് ആഷ് എന്ന ഈ പാലം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഓൺ പാസീവിൽ ആവശ്യമെങ്കിൽ തെസലെ പോപ്പപ്പിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു മീറ്റിംഗ് നടത്തേണ്ടി വന്നാലും ചെയ്യാം. ഇപ്പോഴും അത് നിലവിലുണ്ട്. എവിടേക്കും പോകുന്നില്ല. ഇതുവരെ അത് അടച്ചുപൂട്ടാൻ ഒരു കാരണവുമില്ല. അതിന് ചില തീർപ്പാക്കാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെയുണ്ടാകും. പക്ഷേ അത് നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സമല്ല. പക്ഷേ അടുത്ത ബിസിനസ്സിലേക്ക് പോകാൻ വിക്ടറി വിത്ത് ആഷ് എന്ന ഈ തുരങ്കത്തിലൂടെയോ പാലത്തിലൂടെയോ നമ്മൾ പോകേണ്ടതുണ്ട്. ഡ്രീം ബിസിനസ്സിനെക്കുറിച്ച് നമ്മൾ ഓൺ പാസീവിൽ സംസാരിക്കാൻ പോകുന്നില്ല. ആളുകൾ 3 കാരണങ്ങളാണ് ഊഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. പൊതുവായി നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആഷ് ഇത് ശരിയായി ചെയ്തു. ഇതൊരു മികച്ച ആശയമാണ്. ഞാനിത് സ്വീകരിക്കും. ഞാൻ ഇതിനൊപ്പം ഓടും. പ്രധാന ബിസിനസ്സിലേക്ക് ഈ പാലത്തിലൂടെ പോകാനുള്ള തീരുമാനം ബുദ്ധിപരമാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഇവർ ന്യൂനപക്ഷമാണ്. അവരിൽ 11 പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ മനോഭാവത്തെക്കുറിച്ച് തർക്കിക്കുന്നില്ല. വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ച് ഒരുപാട് അവ്യക്തതയുണ്ട്, അറിവില്ലായ്മയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. ഇത് മറ്റൊരു ഓൾഡ് ഫൗണ്ടേഴ്സ് ആകുമോ? ഇത് മറ്റൊരു 7 വർഷം ആകുമോ? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ അതിനെ അഭിസംബോധന ചെയ്യാം. കൂടാതെ നേരിട്ടല്ലെങ്കിലും ചില സംശയങ്ങളും ഊഹങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്. ആഷ് ഇത് സമയം വാങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത് മികച്ച രീതിയിൽ ചെയ്തു. അത് ചെയ്യാനുള്ള ശരിയായ കാര്യവും ബുദ്ധിപരമായ കാര്യവുമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവ്യക്തതയെക്കുറിച്ചും മറ്റും. എനിക്കിന്ന് എന്റെ പ്ലാനിൽ ഇത്രയധികം വ്യക്തതയുണ്ടായിട്ടില്ല. ഒരിക്കലുമില്ല. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുപോലെ നടക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മളെ ശരിയായ കാര്യത്തിലേക്ക് നയിക്കുന്നു. പഴയ വാഹനത്തിനും പ്രധാന ലക്ഷ്യസ്ഥാനത്തിനും പ്രധാന ബിസിനസ്സിനും ഇടയിൽ ഒരു മധ്യഭാഗം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഇത് ബിസിനസ്സാണോ? തീർച്ചയായും അല്ല. ഇത് സൗജന്യമാണ്. അതാണ് മറ്റൊരു കാരണം. ഇത് പ്രധാന ബിസിനസ്സല്ല. വിക്ടറി വിത്ത് ആഷ് പ്രധാന ബിസിനസ്സല്ല. ഇത് പ്രധാന ബിസിനസ് ആയിരുന്നെങ്കിൽ അതിൽ പണമോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതോ കമ്മീഷനോ മറ്റോ ഉണ്ടാകുമായിരുന്നു.
പക്ഷേ ഇത് ബിസിനസ് അല്ലാത്തതുകൊണ്ട് ഇത് ഒരു നല്ല സംവിധാനമാണ്, ഒരു പ്രോഗ്രാമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രധാന ബിസിനസ്സിലേക്ക് മാറാനുള്ള ഒരു സംവിധാനം. ആഷ് സമയം വാങ്ങുകയാണ്. ഞാൻ ഇതിനെ രണ്ട് രീതിയിൽ അഭിസംബോധന ചെയ്യാം. ഒന്ന്, എനിക്ക് സമയം വാങ്ങേണ്ട ആവശ്യമില്ല. വിക്ടറി വിത്ത് ആഷിൽ എനിക്ക് എന്റെ സമയമോ ഊർജ്ജമോ പണമോ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഞാൻ അധികമായി ഒന്ന് സൃഷ്ടിക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാമായിരുന്നു, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഓൺ പാസീവിൽ തുടരും. പരിഹരിക്കേണ്ടത് പരിഹരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ തളർന്നു. നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ അത് ഞാനല്ല. അതുകൊണ്ട് ആദ്യ ദിവസത്തെ അതേ ദൃഢനിശ്ചയത്തോടെ, അല്ലെങ്കിൽ അതിലും കൂടുതലായി, നമ്മൾ ആ സ്വപ്നത്തിനായി പരിശ്രമിക്കുന്നു. രണ്ടാമത്തെ കാര്യം. പ്രധാന ബിസിനസ് 2029 ഏപ്രിൽ 15 തയ്യാറാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരാളുടെ ജന്മദിനം തിരഞ്ഞെടുത്തതാണ്. അതുവരെ എന്നെ ഒറ്റയ്ക്ക് വിടുക. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം. 2 വർഷം കഴിഞ്ഞ് കാണാം. എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് സമയം വാങ്ങുക അല്ലെങ്കിൽ സമയം കളയുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായ കാഴ്ചപ്പാടല്ല. എനിക്ക് സമയം കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഇതിലും നല്ല ആശയങ്ങൾ തരാൻ കഴിയും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. വിക്ടറി വിത്ത് ആഷ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ പ്രധാന ബിസിനസ്സിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ് അവ്യക്തമായിട്ടുള്ളത്? എല്ലാം വ്യക്തമാണ്. അതുകൊണ്ട് ഈ കുറച്ചു മിനിറ്റുകൾ കൊണ്ട് വിക്ടറി വിത്ത് ആഷ് സൃഷ്ടിക്കേണ്ടത് എത്രത്തോളം പ്രധാനമായിരുന്നുവെന്നും നമ്മൾ നമ്മുടെ മനോഭാവം ക്രമീകരിക്കാൻ പോവുകയാണെന്നും പഴയ നെഗറ്റീവ് ചിന്തകളെയും ചില വ്യക്തികളെയും അർഹതാവാദത്തെയും നമ്മൾ പൊതുവായി പ്രവർത്തിക്കുന്ന രീതിയുമെല്ലാം ഉപേക്ഷിക്കാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ടോ? ഞാൻ ഒന്ന് പരിശോധിച്ചു. അതുകൊണ്ട് അവസാനമായി നമ്മൾ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കും. അതിനുമുമ്പ് നമ്മൾ മറ്റെന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ടോ? വിക്ടറി വിത്ത് ആഷിനായുള്ള കാരണം നമ്മൾ സംസാരിച്ചു. ഇനി ഇതിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനങ്ങളും വെബ്സൈറ്റും അതെല്ലാം പൂർത്തിയായി. സെപ്റ്റംബർ 2 ആഴ്ചയിലോ മറ്റോ ഇത് ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് നമ്മൾ തീരുമാനിച്ച ശേഷം വെറും 3 ആളുകളെ വെച്ച് ഇതിന്റെ പണി തുടങ്ങി. ഇത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. 3 ആളുകളുടെ കാര്യം ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ടീം അതിലും വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ടീമുകൾ. അതുകൊണ്ട് പ്രധാന ബിസിനസ് വിക്ടറി വിത്ത് ആഷ് അല്ല. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അവർ ഇവിടെ തുടരേണ്ട ആവശ്യമില്ല, ഇത് പൂർത്തിയായി. അവർക്ക് അവരുടെ ജോലിയിലേക്ക് മടങ്ങാം. എനിക്കിത് സ്വയം മാനേജ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ അവർ എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് കൂട്ടിച്ചേർക്കാനും നീക്കം ചെയ്യാനും കുറയ്ക്കാനും ഇതെല്ലാം ചെയ്യാം. തീർച്ചയായും പ്രവർത്തനങ്ങൾ കാരണം എനിക്ക് സഹായം ആവശ്യമായി വരും. പക്ഷേ ഞങ്ങളുടെ ഡെവലപ്പർമാർ ഇത് തുടർന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വിക്ടറി വിത്ത് ആഷ് പൂർത്തിയായി. ഇനി വിക്ടറി വിത്ത് ആഷിൽ എന്താണ് ചേർക്കപ്പെടാൻ പോകുന്നത്? ഉള്ളടക്കം, ക്ലാസുകൾ, പരിശീലന പരിപാടി. അത് അവിടെയില്ല. അതുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് അവിടെ കാണാൻ പോകുന്നില്ല. കാരണം അത് നിലവിലുണ്ടെങ്കിൽ അത് ഇപ്പോഴുള്ളതോ അല്ലെങ്കിൽ പഴയതോ ആയിരിക്കും. അതുകൊണ്ട് അത് അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ഈ പരിപാടികളുടെ ഉള്ളടക്കം എക്സ്ക്ലൂസീവ് ആയിരിക്കും. അവ എവിടെയും ലഭ്യമല്ല. അവ നവീകരിച്ചതോ സാധാരണമായതോ അല്ല. ഇത് വിക്ടറി വിത്ത് ആഷിലെ അംഗങ്ങൾക്കായി മാത്രമായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് മറ്റെവിടെയും കണ്ടെത്താൻ കഴിയില്ല. ഇത് തിരഞ്ഞെടുത്ത മെറ്റീരിയലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം. മനംപൂർവ്വം ഒരു ശൂന്യമായ ഉള്ളടക്കത്തോടെ ഞങ്ങൾ ഇത് തുടങ്ങാൻ തിരഞ്ഞെടുത്തു. പ്രവർത്തനങ്ങൾ എല്ലാം 1 മിനിറ്റിനുള്ളിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ പ്രാഥമികമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങും. കാരണം അത് നിലവിലില്ല. ഇപ്പോൾ അത് ലഭ്യമല്ല. അത് നിങ്ങൾക്കുവേണ്ടി സൃഷ്ടിക്കപ്പെടും. പക്ഷേ ഞങ്ങൾക്ക് പ്ലാനുണ്ട്. ക്രിസും ഷെറിയും ഇന്നലെ പറഞ്ഞതുപോലെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനായുള്ള പ്ലാൻ അവിടെയുണ്ട്. അതുകൊണ്ട് അത് അവിടെ പോകും. കാരണം അത് പുതിയതായിരിക്കും. ഈ വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രത്യേകാവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് പഴയ കാര്യങ്ങളിൽ നിന്ന് ഒന്നും പാരമ്പര്യമായി എടുക്കുന്നില്ല. എവിടെ നിന്നും ഒന്നും എടുക്കാനില്ല. അതുകൊണ്ട് ഇത് മനഃപൂർവ്വമാണ്. ഇതൊരു ശൂന്യമായ അധ്യായമാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇത് എഴുതാൻ പോകുന്നത്. എത്ര കാലത്തേക്ക്? ഞങ്ങൾക്ക് ഒരു പ്ലാനുണ്ട്.
അത് പൊതുവായി ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം ഈ മെറ്റീരിയലിലൂടെ കടന്നുപോകാൻ ഞങ്ങൾക്ക് ഒരു പ്ലാനുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഔദ്യോഗിക ബിസിനസ്സിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇത് നമ്മുടെ ലക്ഷ്യസ്ഥാനമല്ല. സ്വപ്നത്തിലേക്കുള്ള ഈ പാലത്തിലൂടെ നമ്മൾ പോകുക മാത്രമാണ്. വാഗ്ദത്ത ഭൂമിയിലേക്ക് നമ്മൾ അവിടെ എത്തും. വിക്ടറി വിത്ത് ആഷനുള്ളിൽ നിങ്ങൾ എല്ലാ വിശദാംശങ്ങളും കണ്ടെത്തും. നമ്മൾ അതിനെക്കുറിച്ച് പൊതുവായി സംസാരിക്കുമോ? ഇല്ല. നിങ്ങൾ പോയി വിക്ടറി വിത്ത് ആഷനുള്ളിൽ ഒരു റീക്യാപ്പോ മറ്റോ ചെയ്യുമോ? ഇല്ല. ഇത് വളരെ ലളിതമാണ്. അവിടെ വലിയ മൂല്യമുണ്ട്. നിങ്ങൾക്ക് ആ മൂല്യം നഷ്ടപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മൾ അത് വളരെ വ്യക്തമാക്കിയതാണ്. ഇവിടെ അർഹതാവാദമൊന്നുമില്ല. ഇതൊരു സമ്മാനമാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് യാതൊരു ഒഴികഴിവുമില്ലാതെ ഇത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാലും ചില വിവാദപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇത് വളരെ ഗൗരവമായി കാണുന്നു. ഞങ്ങൾ ശരിയായത് ചെയ്യും. നമ്മൾ അവിടെ എത്തും. 3 ആളുകളോടൊപ്പമാണ് ഞാൻ അവിടെ അവസാനിക്കുന്നതെങ്കിൽ പോലും ഞാൻ എന്റെ സ്വപ്നവും പാരമ്പര്യവും പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ എണ്ണത്തിന് പിന്നാലെയല്ല, പക്ഷേ ഞാൻ എത്ര വേഗത്തിൽ അവിടെ എത്തുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തയ്യാറാണ്. അത് നമ്മളെ അവസാന വിഷയത്തിലേക്ക് എത്തിക്കുന്നു. അതായത്, ആപ്ലിക്കേഷൻ എന്ത് സംഭവിച്ചു? ഞാൻ അതിനെ അഭിസംബോധന ചെയ്യാം. കൂടാതെ നിങ്ങളുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾ ഞാൻ സ്വയം ചോദിക്കാം. അവ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം സമയമെടുത്തത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നത്തെയും പോലെ പൂർണ്ണമായ സുതാര്യതയോടെ ഞാൻ നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാം. എല്ലാം ഞാൻ മേൽക്കൂരയിൽ കയറി വിളിച്ചു പറയേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് അപ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ ചിലപ്പോൾ ഞാൻ അധികമായി ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഒരുപക്ഷേ എന്നെ അറിയുന്നതുകൊണ്ടാവാം. ഓൺപാസീവിന്റെ ഡാറ്റാബേസ് ഞങ്ങൾ വിക്ടറിയിലേക്ക് ക്ലോൺ ചെയ്തില്ല. വീണ്ടും നമ്മൾ അതേ കാര്യം ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ 100% ആദ്യം മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അതെ, ഓൺപാസീവിലെ എല്ലാവർക്കും നമ്മൾ ആദ്യ പരിഗണന നൽകി. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുത്ത നേതാക്കളെയും നെറ്റ്വർക്കിനെയും കൂടാതെ മറ്റാരെയും വിക്ടറി വിത്ത് ആഷിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പൊതുജനങ്ങൾക്കായി ഇത് തുറക്കാൻ നമ്മൾ മാസങ്ങളോളം പോകില്ല. ഓൺപാസീവിൽ നിന്ന് വിക്ടറിയിലേക്ക് മാറുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതിനുശേഷം അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പിന്നെ അത് എക്സ്ക്ലൂസീവ് ആയിരിക്കില്ല. അതുകൊണ്ട് കുറച്ചു ആഴ്ചകൾ പ്രശ്നമില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പിന്നീട് വരാം, അല്ലെങ്കിൽ ഒരിക്കലും വരേണ്ട, അല്ലെങ്കിൽ 5 മാസത്തിനുശേഷം വരാം. അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ അവിടെ കൂടാരം അടിക്കാൻ പോകുന്നില്ല. നമ്മൾ വേഗത്തിൽ നീങ്ങുകയാണ്. വാസ്തവത്തിൽ ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. റെഡ്ഫെയിൻ അത് കണ്ടുപിടിച്ചു. സെപ്റ്റംബർ 27 ഞാനും നിങ്ങളുമായുള്ള ഒരു ലൈവ് അപ്ഡേറ്റിൽ അത് 10 മുതൽ 11 വരെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ആ ആപ്ലിക്കേഷനിലെ ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് തീർപ്പാക്കാത്ത ചോദ്യങ്ങൾ 10 എണ്ണമായിരുന്നു. 11 എണ്ണമാകാൻ സാധ്യതയുണ്ടായിരുന്നത് തെടിയായ ചോദ്യമായിരുന്നു. അത് ചേർക്കുന്നതിൽ നമ്മൾ ശ്രദ്ധാലുവായിരുന്നു. കാരണം യോഗ്യത നേടാൻ ഒരു തെടിയായ ചാനൽ ഉണ്ടായിരിക്കണം എന്നൊരു സന്ദേശം നൽകാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യ ഓപ്ഷനായി ചാനൽ ഇല്ല അല്ലെങ്കിൽ 0 ചാനൽ എന്നത് നൽകാൻ നമ്മൾ തീരുമാനിച്ചത്. അത് പ്രശ്നം പരിഹരിക്കുന്നു. പ്രശ്നമില്ല. നിങ്ങൾക്ക് ചാനൽ ഇല്ലെങ്കിൽ അത് നമ്മളോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് 11 ആക്കി. പക്ഷേ അത് 12-ൽ അവസാനിച്ചു. ഓർക്കുക, താമസിക്കുന്ന രാജ്യം, സ്വാധീനം, എത്തിച്ചേരൽ, അതായിരുന്നു ഒരു ചോദ്യം AB. പക്ഷേ അത് അതേ ചോദ്യമായതുകൊണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് നമ്മൾ കരുതി. അതുകൊണ്ട് നമ്മൾ അതിനെ 2ആയി തിരിച്ചു. അതുകൊണ്ട് 12 ചോദ്യങ്ങളിൽ നമ്മൾ എത്തി. ഞാൻ അതിനെക്കുറിച്ച് 27-ന് ശേഷം സംസാരിച്ചിട്ടില്ല. ഇന്ന് 21-ാം തീയതിയാണ്. 3 ആഴ്ചയായി. ഇതൊരു വലിയ കാര്യമാണോ? നമ്മൾ നിങ്ങളോട് സുതാര്യത കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പക്ഷേ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഈ സങ്കീർണമായ വിഷയം വിശദീകരിക്കാൻ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ല. എല്ലാം ചവച്ചരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതിന് ഒരു ഉദാഹരണമായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നമ്മൾ ഒരു കാര്യം പറയുന്നില്ലെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്.
നമ്മൾ പറയുന്നത് പറയുന്നു. പക്ഷേ അത് വ്യത്യസ്തമായ ഒന്നാണ്. വിധി കൽപ്പിക്കരുത്. ഞാൻ സ്വയം ചോദിക്കാൻ പോകുന്ന അടുത്ത കാര്യം. ആഷ് ഒരുപാട് സമയമെടുക്കുന്നു. അവിടെ പോലുള്ള ഒരുപാട് ടൂളുകൾ ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വേർതിരിച്ചെടുക്കാൻ കഴിയും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നിരുന്നാലും ഇതൊരു കോഴിയെ കൊല്ലുന്നതുപോലെയല്ല. ഇതൊരു വ്യക്തിപരമായ, സൂക്ഷ്മമായ, ശ്രദ്ധാലുവായ പ്രക്രിയയാണ്. കാരണം വിക്ടറിയുടെ മൂല്യം വലുതാണ്. അതുകൊണ്ട് മുൻനിര സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നവർ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പായിരിക്കണം. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലൈവായി വന്ന സമയം മുതൽ ഒക്ടോബർ 10 വെള്ളിയാഴ്ച ഞാൻ ഫലങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാൻ. അപേക്ഷകരെ സ്വീകരിക്കുന്നതിലെ പ്രധാന നിർണായക ഘടകമോ ഏക ഘടകമോ ആപ്ലിക്കേഷൻ അല്ല. ഇതൊരു നല്ല സൂചകമാണ്. പക്ഷേ പ്രധാനപ്പെട്ടതോ ഏകപ്പെട്ടതോ ആയ ഘടകമല്ല. ഇത് വലിയ സംഖ്യകളിലൂടെ വ്യവസ്ഥാപിതമായി പോയി ഏറ്റവും മികച്ചവരിലേക്ക് ചുരുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലൈവായി വന്ന സമയം മുതൽ നമ്മൾ അവ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളെക്കുറിച്ച് ഞാൻ ദിവസങ്ങളോളം ചിന്തിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം. ഇത് എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല, അവരെ അവരുടെ സ്ഥാനത്ത് ഉൾപ്പെടുത്തണോ ഒഴിവാക്കണോ എന്നുള്ളത്. ഞാൻ ആഷിനൊപ്പം മുന്നോട്ട് പോകുന്നില്ല എന്ന് ആളുകൾ ധൃതിയിൽ പറയുന്നത് കേട്ടാൽ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. കാരണം ഞങ്ങൾ അവരെ ഞങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നില്ല എന്ന് അവർക്ക് അറിയാം. ഞങ്ങളോടൊപ്പമുള്ള വലിയ മൂല്യം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അവർ സ്വയം അങ്ങനെ ചെയ്യുന്നത്? ബോട്ടിൽ നിന്ന് തങ്ങളെ തള്ളിമാറ്റുകയാണ് എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ, ഓ ഇല്ല, ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് അവർ പറയുന്നു. ചില വിരോധികൾ ദ്വന്ദ്വ വ്യക്തിത്വത്തോടെയാണ് കളിക്കുന്നത്. സ്വകാര്യമായി അവർ പറയുന്നത് ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. ഒരുപക്ഷേ അവർ ക്ഷണിക്കപ്പെടുന്നില്ലെങ്കിലോ സ്വാഗതം ചെയ്യപ്പെടുന്നില്ലെങ്കിലോ. പക്ഷേ അവർ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. ഏതാണ് ശരി? അതുകൊണ്ട് നിങ്ങളിൽ ചിലരെ തുറന്നുകാട്ടിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാത്തലിക് വിവാഹബന്ധവുമില്ല, നമ്മൾ ബന്ധിതരല്ല, ഇവിടെ യാതൊരു ബാധ്യതയുമില്ല. അതൊരു നല്ല കാര്യമാണ്. ഞാൻ ഒരു സമ്മാനം നൽകുകയാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. പെരുമാറ്റച്ചട്ടം വളരെ എളുപ്പമാണ്, ലളിതമാണ്. ഉപയോഗ നിബന്ധനകൾ വളരെ എളുപ്പമാണ്, ലളിതമാണ്. ഏത് ഭാഷയിൽ സംസാരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. ഇപ്പോൾ സ്ഥാനനിർണയം. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം. ആദ്യം നമ്മൾ കരുതിയിരുന്നത് വിക്ടറി വിത്ത് ആഷിൽ നിന്ന് ഡ്രീം ബിസിനസ്സിലേക്ക് മാറും. പക്ഷേ പ്രധാന ബിസിനസ് ലൈവായി വരുന്നതിന് തൊട്ടുമുമ്പുള്ള 2 സെക്കൻഡിൽ ചില പ്രശ്നക്കാരായ വ്യക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ ബിസിനസ്സിന്റെ പടിവാതിൽക്കൽ വന്നാൽ പോലും യാതൊരു ഒഴികഴിവുമില്ലാതെ ഞങ്ങൾ നിങ്ങളെ പോകാൻ അനുവദിക്കും. അതുകൊണ്ട് ഇതിന്റെ മൂല്യം എനിക്കറിയാവുന്നതുകൊണ്ടും ഇത് എന്തായി രൂപാന്തരപ്പെടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടുമാണ് ഇത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവമാണ്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. ഇത് സൗജന്യമാണ്. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്രയും കുറഞ്ഞ ആളുകൾ, അതാണ് എനിക്ക് നല്ലത്. എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്രയും കുറഞ്ഞ ആളുകൾ. ചെലവ് കുറഞ്ഞത്, അതാണ് നല്ലത്. 3 പേർ, ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് അപേക്ഷ പൂരിപ്പിച്ച നിരവധി ആളുകളുടെ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒന്നിലധികം അക്കൗണ്ടുകളെയോ മറ്റ് കാര്യങ്ങളെയോ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 200 രാജ്യങ്ങളിൽ നിന്നായി 6 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ പൂരിപ്പിച്ചു. മുൻഗണനാ സ്ഥാനത്ത് ഉണ്ടാകാൻ തങ്ങൾക്ക് ഒരു അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ഗൗരവക്കാരായ ആളുകൾ ഇവിടെയുണ്ടെന്നതിന്റെ പ്രതിഫലനമാണിത്. റെഡ്ഫെയിനിന്റെ ഉദാഹരണം നമ്മൾ കേട്ടു. അദ്ദേഹം 1 2 എണ്ണം പൂരിപ്പിച്ചിട്ടുണ്ടാകാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ജെയിനും. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല 1 2 എണ്ണം അവർ ചെയ്തു. പക്ഷേ അവർ അവരുടെ കുട്ടികളെയോ കുടുംബാംഗങ്ങളെയോ ബോർഡ് ചെയ്യാൻ തയ്യാറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയധികം അപേക്ഷകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് പകുതിയായി കുറച്ചു. 3 ലക്ഷത്തിലധികം. അതിനുശേഷം നമ്മൾ അത് ചുരുക്കാൻ തീരുമാനിച്ചു. ആദ്യം നമ്മൾ 10,000 പേരെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അതാണ് വിക്ടറി വിത്ത് ആഷിന്റെ വലിപ്പം. നമുക്ക് അത് ലഭിക്കുകയാണെങ്കിൽ. അതിനുശേഷം നമ്മൾ അത് 10% ആക്കി, ഏകദേശം 60,000. അതിനുശേഷം ഞാൻ കേൾക്കാത്ത, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ചില ആളുകളുണ്ടായിരുന്നു. ചില ആളുകൾ വീണ്ടും കള്ളന്മാരാണ്. അവർ പൊതുവായി ചിലത് പറയുന്നു. പക്ഷേ ഞങ്ങൾ അവരുടെ ആപ്ലിക്കേഷൻ പിടികൂടി.
അതുകൊണ്ട് അവരെ ഒഴിവാക്കി. അതുകൊണ്ട് നമ്മൾ അത് 10,000-ലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഏകദേശം 2,000 എത്തി. കഴിഞ്ഞ ആഴ്ചയോടെ നമ്മൾ 1,000 ചുറ്റും കറങ്ങുകയായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് ഏകദേശം പറയാൻ കഴിയും. 60 ആളുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് പെട്ടെന്ന് ഒരു ചെക്ക് നൽകി ഫയൽ എക്സ്പോർട്ട് ചെയ്ത് ആദ്യ ദിവസം തന്നെ അവരെ ക്ഷണിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് വിക്ടറിയുടെ മൂല്യവുമായി പൊരുത്തപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ജോൺ വൈറ്റിന്റെ നിലവാരത്തിലല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ക്ഷണിക്കപ്പെടുന്നവരിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ മാർഷ്യൻ, അല്ലെങ്കിൽ ഈ പാനലിലുള്ള ആരും. നിങ്ങൾ ആ നിലവാരത്തിലുള്ളവരല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന് ഒരു നല്ല പ്രതിനിധിയാകാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. അതുകൊണ്ട് ഇതെല്ലാം സംഗ്രഹിക്കാൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തുകൊണ്ടാണ് വിക്ടറി വിത്ത് ആഷ് എന്ന പാലം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നതെന്നും ഇത് ലക്ഷ്യസ്ഥാനമല്ലെന്നും. രണ്ടാമതായി, അത് പൂർത്തിയായി. അതൊരു വിജയമാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ എളുപ്പമായിരുന്നില്ല, മൂല്യം കാരണമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിയും ക്രിസും പറഞ്ഞതുപോലെ വിക്ടറി വിത്ത് ആഷ് നമ്മൾ ഈ മാസം ലോഞ്ച് ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം ആദ്യത്തെ ക്ഷണിക്കപ്പെട്ടവരെ, അതായത് ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ പോകുന്ന ആ എക്സ്ക്ലൂസീവ് നേതാക്കളെ സ്വീകരിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ തരംഗത്തിലേക്ക് പോകാൻ ഞങ്ങൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കും. അതേ ഫാഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ ചില വ്യക്തികളെ വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. നിങ്ങൾ അനലോഗിയുടെ പേരിൽ നമ്പർ 1 ആയി വന്നാലും അല്ലെങ്കിൽ 9,900,000 ആയി വന്നാലും നിങ്ങൾക്ക് അതേ മൂല്യവും അതേ ഗുണമേന്മയുള്ള പ്ലാറ്റ്ഫോമും ലഭിക്കും. ഇവിടെ ടൈം സ്റ്റാമ്പോ തീയതിയോ ഇല്ല, എല്ലാം പ്രസക്തമാണ്. ഇത് മൾട്ടിലെവൽ അല്ല, ഇതൊരു പെയിൻ ഘടനയല്ല. ഞാൻ ഇത് കൊണ്ടുവന്നു, അത് ചെയ്തു. നമ്മൾ ഇവിടെ എണ്ണുന്നില്ല, ഇവിടെ ലീഡർ ബോർഡില്ല, ഒന്നുമില്ല. പക്ഷേ ക്ഷണിക്കാനും ഈ നല്ലത് പ്രചരിപ്പിക്കാനും നമുക്ക് ടൂളുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു സമ്മാനമായി നൽകുക മാത്രമല്ല, ഇത് പ്രചരിപ്പിക്കാനും ഈ നല്ല മൂല്യം കൈമാറാനുമുള്ള ബഹുമതിയും പ്രത്യേകാവകാശവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവർ അർഹതയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവരെ സ്വാധീനിക്കും. ഇത് അവരുടെ ബിസിനസ്സിനെ സ്വാധീനിക്കും. അവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് അവർക്ക് ഒരു സമ്മാനമായി നൽകുന്നു. അതിന് വിലയിടാൻ കഴിയില്ല. ഞാൻ ഒരു ഉദാഹരണം ഉപയോഗിക്കാം. ഇത് സാങ്കൽപ്പികമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഏകദേശം തിരഞ്ഞെടുത്ത ആളുകളെ ക്ഷണിക്കുന്നു. എണ്ണം കാര്യമാക്കുന്നില്ല, സംഖ്യകളിൽ കുടുങ്ങിക്കിടക്കരുത്. ഉടൻ തന്നെ കുറച്ച് വ്യക്തികളെ പരിശോധിക്കാൻ ഞാൻ അവരുമായി ചേർന്ന് പ്രവർത്തിക്കും. എനിക്ക് അവരുടെ അഭിപ്രായം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ വൃത്തം വികസിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിലോ ഞാൻ ഒരു മാസ്റ്റർ ലിങ്കാണ്, ഞാൻ നമ്പർ 1 ആണ്, എൻ്റെ 75 ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നതായി ഞാൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ലോഗിൻ ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്നെയോ ഒരു സപ്പോർട്ടിനെയോ സമീപിക്കാൻ നിങ്ങൾക്ക് ഒരു സ്ഥലവും ഉണ്ടാകില്ല. അത് അത്രയും ലളിതമാണ്. ഇവിടെ മുന്നറിയിപ്പില്ല, എനിക്ക് സമയമില്ല. ഈ മൂല്യം നൽകുന്നതിലും പ്രധാന സ്വപ്നത്തിലേക്ക് മാറുന്നതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എനിക്ക് അസംബന്ധങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ എന്നോട് പറയുന്നു, ഞാൻ നമ്പർ 1 ആയിരുന്നു, ഞാൻ നമ്പർ 3 ആയിരുന്നു. നിങ്ങൾ പൊതുവായി പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ നിങ്ങളെ പിടികൂടും. ഞാൻ ഇവിടെ അവിശ്വസനീയമായ സഹോദര സംരക്ഷകരെയും സഹോദരി സംരക്ഷകരെയും കണ്ടിട്ടുണ്ട്. അത്ഭുതകരമായവർ. അവർ നിങ്ങളെ പിടികൂടും. ഞാനല്ല ഇവിടെ കണ്ണ്. അതുകൊണ്ട് നിങ്ങൾ പൊതുവായി എന്ത് പറഞ്ഞാലും സ്വകാര്യമായി എന്ത് പറഞ്ഞാലും അത് ഞങ്ങളുടെ അടുത്ത് എത്താൻ ഒരു വഴി കണ്ടെത്തും. അത് ഞാൻ പറഞ്ഞതുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഇത് ഒരു മത്സരമല്ല. ഇത് ഒരാളുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ ആളുകളെ പ്രകോപിപ്പിക്കാനോ ഉള്ളതല്ല, പഴയതിൻ്റെ പ്രതിഫലനമല്ല. അടുത്ത ആഴ്ച നിങ്ങൾ വന്ന് ഓൺ പാസീവിൽ എനിക്ക് 17 അടികളുണ്ടായിരുന്നു. എനിക്ക് ഇതും അതുമുണ്ടായിരുന്നു. സാലിക്കു മുമ്പാണ് ജോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നേക്കുമായി ലോഗിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രധാന ബിസിനസ്സിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മൾ ഗുണമേന്മയാണ് നോക്കുന്നത്. എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് അളവിനെക്കുറിച്ചല്ല, ഗുണമേന്മയെക്കുറിച്ചാണ്. എനിക്ക് കുറഞ്ഞത് 3, 5, 10 നല്ല ആരാധകരുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്താം.
ഞാൻ നിങ്ങൾക്ക് കണക്കുകൾ പറഞ്ഞുതന്നു. ഞാൻ നിങ്ങൾക്ക് സ്റ്റാറ്റസ് പറഞ്ഞുതന്നു. ഓ, എനിക്ക് ഇതൊന്നും ലഭിച്ചില്ല എന്ന് ചിലർ പറയും. അത് നിങ്ങൾ ഉള്ളിലില്ല എന്നതിന്റെ അർത്ഥമില്ല. ജീൻ തിരഞ്ഞെടുക്കുന്നതിലോ കോളത്തിനെ തിരഞ്ഞെടുക്കുന്നതിലോ എന്തെങ്കിലും പ്രത്യേകാവകാശമോ നേട്ടമോ ഉണ്ടോ? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതേ മൂല്യമായിരിക്കും. പ്ലാറ്റ്ഫോം എല്ലാവർക്കും തുല്യമാണ്. നമുക്ക് അപ്ലൈനോ ഡൗൺലൈനോ ആ പദാവലിയോ ഇല്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അവസാന പോയിന്റ്, വിക്ടറി വിത്ത് ആഷ് എത്രത്തോളം മികച്ചതാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് ആകർഷകനാകണമെങ്കിൽ എനിക്ക് ചില പ്രശസ്തരായ പ്രഭാഷകരെ നിയമിക്കാൻ കഴിയും. പേരുകൾ നിങ്ങൾ വിശ്വസിക്കില്ല. ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ തലവനെയും പണം കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അതൊരു ദുഃഖകരമായ വസ്തുതയാണ്. പക്ഷേ ജീവിതം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് പേരുകൾ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ അതിനുവേണ്ടിയല്ല നമ്മൾ ഇവിടെ ഉള്ളത്. അടുത്ത ദിവസം നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു ധാരണയുമില്ലാതെ ഉണരാൻ കഴിയും. ഒരുപാട് ശബ്ദകോലാഹലവും തലവേദനയുമെല്ലാം. പക്ഷേ അടുത്ത ദിവസം എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് ഞാൻ അവർക്കുവേണ്ടി പ്രശസ്തരായ ആളുകളെ കൊണ്ടുവരാൻ പോവുകയാണോ? ഇല്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകളെ മാത്രം ഞാൻ കൊണ്ടുവരും. കാരണം അവരെക്കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെന്തും നിർമ്മിക്കാനോ നേടാനോ കഴിയും. ഇത് പ്രവർത്തിക്കുന്നു. ഇത് അതുല്യമാണ്. ഇത് ഈ പ്ലാറ്റ്ഫോമിനായുള്ള എക്സ്ക്ലൂസീവ് എക്സിക്യൂട്ടീവ് പരിശീലനമാണ്. നിങ്ങൾക്ക് ഇത് പുറത്ത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള വ്യക്തികൾക്കോ വിദഗ്ധർക്കോ പോലും ഈ ഉള്ളടക്കം മറ്റെവിടെയും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ സാധാരണ കാര്യങ്ങളെക്കുറിച്ചോ അവ്യക്തമായ കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടേതായിരിക്കും. ബിസിനസ്സിന്റെ പ്രക്രിയയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ നൽകും. പിന്നീട് അത് പ്രധാന ഡ്രീം ബിസിനസ്സിനെക്കുറിച്ചായിരിക്കും. അതായിരിക്കും എന്റെ ഭാഗം. അവർ നിങ്ങൾക്ക് കൃത്യമായ പരിശീലനം നൽകും. വിഷയങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ബിസിനസ്. അസാധ്യമായതിനെ എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മുറിയിൽ 200 ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ നിങ്ങൾ എങ്ങനെ ഓർക്കും? നിങ്ങളിൽ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആഷ്, നിങ്ങൾക്ക് എങ്ങനെയാണ് എല്ലാ പേരുകളും ഓർക്കാൻ കഴിയുന്നത്? ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു. എല്ലാവരുടെയും പേരുകൾ എങ്ങനെ ഓർക്കാമെന്ന് ഈ ആളുകൾ നിങ്ങളെ പഠിപ്പിക്കും. ഒരു പേരും മറക്കാതെ എങ്ങനെ ഇടപഴകാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ നൽകുന്നത്. ഒരു ബിസിനസ് നേതാവാകാൻ, ഏത് ബിസിനസ്സിലും വിജയിക്കാൻ നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് നൽകുന്നത്. കൂടാതെ നിങ്ങളുടെ സഭയിലോ ആരാധനാലയത്തിലോ ബിസിനസ്സിലോ കമ്മ്യൂണിറ്റിയിലോ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയും. ആളുകളുടെ എണ്ണം എങ്ങനെ വർദ്ധിപ്പിക്കാം. പ്രതികരണത്തിന്റെ ഫലപ്രാപ്തി എങ്ങനെ വർദ്ധിപ്പിക്കാം. എങ്ങനെ ഒരു മികച്ച ബിസിനസ് നെറ്റ്വർക്ക് ബിൽഡറാകാം. ആകർഷിക്കുക. ഇവർ ഏറ്റവും മികച്ചവരാണ്. ഞാൻ ലോകം മുഴുവൻ നോക്കി. ഈ മെറ്റീരിയൽ പഠിപ്പിക്കാൻ ഏറ്റവും മികച്ച ആളുകൾ ആരാണെന്ന് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ചില കാഴ്ചകൾ നൽകാൻ തിരഞ്ഞെടുത്തതിന്റെ കാരണം നിങ്ങൾ അവരെ അറിയാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്നും ഇത് വെറും സാധാരണ പേരുകളല്ലെന്നും നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത, പണം വാങ്ങിപ്പോകാൻ മാത്രം ആഗ്രഹിക്കുന്ന പൊതുജന പേരുകളല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കാനും ആ സ്വാധീനം ചെലുത്താനും വേണ്ടിയാണ്. അതിനുവേണ്ടി ഞാൻ പറയാൻ പോകുന്നത്, കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾ പ്ലാറ്റ്ഫോം തുറക്കുന്നു. അത് ശൂന്യമാണ്. സാങ്കൽപ്പികമായി ഡിസംബർ 1. സാങ്കൽപ്പികമായി ഡിസംബർ 1 ആദ്യ ക്ലാസ് ഉണ്ടാകും. വിഷയം 1. ഡിസംബർ 2 നിങ്ങൾ ഉണരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തേക്കാൾ വലിയ അനുഭവത്തോടെ, ഉയർന്ന മൂല്യത്തോടെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകും. ഇന്ന് ഡിസംബർ 1 സാങ്കൽപ്പികമായി. നാളെ നിങ്ങൾ കൂടുതൽ ഫലപ്രദമായ ഒരു നേതാവും ബിസിനസ് ബിൽഡറുമായിരിക്കും. നാളെ അവസാനമായി അതിന് എത്രത്തോളം വിലയുണ്ടാകും? ക്ലാസ് 1 അത് ഒരു സ്വാധീനം ചെലുത്തും. ആ ഒരു ക്ലാസ്സിന് ഞാൻ $100 ഈടാക്കും. എളുപ്പത്തിൽ $100. ആ ഒരു ക്ലാസ്സിന് മാത്രം. തീർച്ചയായും അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയി നൽകും. എളുപ്പത്തിൽ നമുക്ക് അതിന് വിലയിടാൻ കഴിയും. ആ മെറ്റീരിയലിന് $100 നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ ഒരു വഴിയുമില്ല. നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ ഒരു വഴിയുമില്ല. ഒരു വിലയിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ആ ഒരു ക്ലാസ് $100 നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു വഴിയുമില്ല, പക്ഷേ നമ്മൾ നിങ്ങൾക്ക് 10-20 ക്ലാസുകൾ നൽകിയാലോ? 60-90 ദിവസത്തിനു ശേഷം നിങ്ങൾ ആരായിരിക്കും? ഇത് അതിനു മുമ്പാണ് തുറക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഡിസംബർ 1 ആണ്. 2026-ന്റെ തുടക്കത്തിൽ നിങ്ങൾ ആരായിരിക്കും? നിങ്ങൾ നേതൃത്വത്തിലും ബിസിനസ്സിലും ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഒരു പുതിയ തലത്തിലേക്ക് രൂപാന്തരപ്പെട്ടിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജയത്തിലും നേട്ടത്തിലുമാണ്. പ്രധാന ബിസിനസ്സിനെക്കുറിച്ചുള്ള അറിവും പ്രത്യേക കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ അറിവ് സ്വീകരിക്കുക. പഴയ അസംബന്ധങ്ങളെല്ലാം നമ്മൾ മറന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താശേഷിയിൽ, നൈപുണ്യതലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിവും തയ്യാറെടുപ്പും ഉപകരണങ്ങളും നൽകുകയാണ്. നിങ്ങളുടെ ജീവിതം പ്രവർത്തിപ്പിക്കാൻ. എനിക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് നൽകേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ആ ആളുകളോടൊപ്പം എനിക്ക് ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കാൻ കഴിയും. എന്നിട്ടും ഇത് ഇതിലും മികച്ചതോ പൂർണ്ണമായതോ ആകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം നൽകി. നിങ്ങൾ കൂടുതൽ യോഗ്യരും തയ്യാറുമാണ്. വിക്ടറി വിത്ത് ആഷിൽ നിങ്ങളുടെ വൃത്തവും നെറ്റ്വർക്കും വികസിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് അവസരം, പ്രധാന ബിസിനസ് സ്വപ്നം, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടൂളുകൾ, സാങ്കേതികവിദ്യ എന്നിവ നൽകുന്നു. വിക്ടറി വിത്ത് ആഷിൽ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. നമ്മൾ 5 വർഷത്തെക്കുറിച്ചോ 7 വർഷത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. 7 വർഷം മുൻപ് അന്ന് നമുക്ക് അറിയാമായിരുന്നത് നമുക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ സാങ്കേതികവിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതികവിദ്യയും നമ്മുടെ കയ്യിലുള്ള ടൂളുകളും അറിവും വെച്ച് ഇതൊരു പുതിയ കളിയാണ്. 10 വർഷം മുൻപുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവുമില്ല. അന്ന് അത് നല്ലതായിരുന്നു. നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിലവിലുള്ള കഴിവുകളും വിവരങ്ങളുമാണ്. ഫിൽട്ടർ ചെയ്തത്. എന്താണ് പ്രവർത്തിക്കുന്നത്? തോമസ് എഡിസന്റെ 10,000 പരീക്ഷണങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് ഞാൻ വന്ന് നിങ്ങളോട് പറയാൻ പോകുന്നില്ല. ആ 10,000 എണ്ണം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ആ ഒരു ലൈറ്റ് ബൾബ് പരീക്ഷണം നൽകാൻ പോകുന്നു. പക്ഷേ ഒന്നല്ല, കൃത്യമായി എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. അതുകൊണ്ട് അത് വിദഗ്ധൻ 1-2 ആകട്ടെ. അവർക്ക് പതിറ്റാണ്ടുകളുടെ അനുഭവമുണ്ട്. വ്യക്തിഗതമായി, കൂട്ടായി. നമ്മൾ കുറച്ചു കാലമായി ഇവിടെയുണ്ട്. കൂടാതെ 1962-ലോ 2003-ലോ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നില്ല, അത് അപ്രസക്തമാണ്. അടുത്ത ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഇന്ന് കൃത്യമായി എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ നിങ്ങളോട് പറയും. പക്ഷേ ആ തയ്യാറെടുപ്പ് നമ്മൾ നിങ്ങൾക്ക് നൽകുകയാണ്. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറും. വാസ്തവത്തിൽ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ മൂല്യം കാണാൻ കഴിയും. ഞാൻ ഇതിന് കുറച്ച് $100 നൽകാൻ സന്തോഷവാനാണ് എന്ന് നിങ്ങൾ ആദ്യ ദിവസം തന്നെ എന്നോട് പറയും. 3 ആഴ്ച ഞാൻ ഇതിനായി ആയിരങ്ങൾ നൽകാൻ സന്തോഷവാനാണ് എന്ന് നിങ്ങൾ എന്നോട് പറയും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഏത് വിജയ നിലവാരവും നേടാൻ ഇത് നിങ്ങളെ സജ്ജമാക്കും, തയ്യാറാക്കും. ഇതൊരു സമ്മാനമാണ് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക്. ഇതൊരു വലിയ കാര്യമാണെന്ന് കാണുക. എന്നിട്ടും എന്റെ അറിവിലും എന്റെ ഉദ്ദേശ്യത്തിലും ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എക്കാലത്തെയും ഏറ്റവും മികച്ച ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിവും യഥാർത്ഥ സംവിധാനവും നൽകുന്നു. ഇത് രണ്ടും ഒരുമിച്ചു ചേർത്താൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ കഴിയും. ഇവിടെ തമാശയില്ല. നിങ്ങൾ ഒരു വിഡ്ഢിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രൂണിംഗ് ഫണൽ നമുക്ക് ആവശ്യമായി വരുന്നത്. എന്തായാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം പോകുന്നില്ല. കൂടാതെ ഞാൻ നിങ്ങളോടൊപ്പം ഇത്രയധികം സമയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാം വ്യക്തമാക്കാൻ ഇത് നിങ്ങൾക്ക് ശരിക്കും സഹായകരമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 മണിക്കൂറിലധികം എന്റെ സമയവും നിങ്ങളുടെ സമയവും. പക്ഷേ ഇത് മൂല്യവത്തായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തെങ്കിലും ആവർത്തിക്കുകയോ വളരെ ലളിതമാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും വ്യക്തമല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പ്രശ്നമില്ല. വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാൻ പോകുന്നു. ഇത് തന്ത്രപരമാണ്. ഇത് ആസൂത്രണം ചെയ്തതാണ്. സംഘടിപ്പിച്ചതാണ്. പൂർത്തിയാക്കിയതാണ്. നിങ്ങൾ ശരിയായ മനോഭാവത്തോടെ വരികയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. അത്രയും ലളിതമാണ്. ഈ മുഖത്തോടെയോ
ഈ വ്യക്തിത്വത്തോടെയോ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ലളിതനും കൂടുതൽ വിനോദപരവും കൂടുതൽ രസകരനുമായ ഒരാളെ കൊണ്ടുവരാം. അതുകൊണ്ട് ജൂലി, സൂസി, എല്ലാവർക്കും തിരികെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇത് കൊണ്ടുപോകാം. ഞാൻ കുറച്ചു മിനിറ്റുകൾ കൂടി ഇവിടെ ഉണ്ടാകും. നന്ദി. നിങ്ങൾ വ്യക്തമായി സംസാരിച്ചു എന്ന് ഞാൻ കരുതുന്നു, ഇസബെൽ. ഇതൊരു മികച്ച അവലോകനമായിരുന്നു. ഡിങ് ഡോങ്സ് എന്ന വാക്ക് എനിക്ക് നൽകിയതിന് നിങ്ങൾ ക്രെഡിറ്റ് തരാൻ മറന്നുപോയതാണ് ഒരേയൊരു കാര്യം. നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു. അതിന് ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എല്ലാം തികച്ചും വ്യക്തമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ നിലപാടിനെക്കുറിച്ചും ദൃഢവിശ്വാസത്തെക്കുറിച്ചും എനിക്കൊരു ധാരണയുണ്ട്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും മുഴുകിയിരിക്കുകയാണ്. അത് അതിശയകരമായിരുന്നു. പാനലിലുള്ള ആളുകൾ, ഇവിടെയുള്ളതിലും ആളുകൾ ഇത് കാണുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അത് മണി പോലെ വ്യക്തമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എല്ലാ ഡോട്ടുകളും ബന്ധിപ്പിച്ചതിന് നന്ദി. ഞങ്ങൾ അതിന് വിലമതിക്കുന്നു. മറ്റാർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. സൂസി, ഇത് വളരെ വ്യക്തമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ കാണുന്നത് മൂല്യം അടുക്കി വെക്കുക, മൂല്യം അടുക്കി വെക്കുക, മൂല്യം അടുക്കി വെക്കുക എന്നതാണ്. അതാണ് വിക്ടറി വിത്ത് ആഷിന്റെ മൂല്യങ്ങളിൽ ഞാൻ കാണുന്നത്. നമ്മൾ തയ്യാറാണ്. നന്ദി. ഗംഭീരം, വളരെ നന്ദി. നിങ്ങൾക്ക് ഒരു ചോദ്യം ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ സെഷൻ ഒരു ഫ്ലേവർ നൽകാൻ കഴിയും. പ്രത്യേകിച്ചും നിങ്ങളുടെ പേര് ക്രിസ് ജോൺസൺ എന്നോ മൈക്ക് എല്ലിസ് എന്നോ റെഡ്ഫെയ്ൻ എന്നോ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളിൽ ആരുടെയെങ്കിലുമോ ആണെങ്കിൽ. നിങ്ങൾക്ക് ആരാധകരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അവർ തീർച്ചയായും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ ആവേശഭരിതരും ആകാംക്ഷയുള്ളവരുമാണ്. അതെ, ഞാൻ ഇവിടെയുള്ളപ്പോൾ കുറച്ചു കാര്യങ്ങൾ പറയാം. ആഷ്, ആളുകൾ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആഷ്, ശരിക്കും ലോകം നിങ്ങളുടെ കക്കയാണ്. വിദ്യാഭ്യാസവും അറിവുമാണ് എല്ലാറ്റിൻ്റെയും താക്കോൽ. നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും ആവേശകരമായ ഒരു കാര്യമാണ്. ഓൺലൈനിൽ വിജയിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് നൽകുകയാണ്. ഇതൊരു ഊഹക്കച്ചവടമോ തർക്കിക്കേണ്ട കാര്യമോ അല്ല. നിങ്ങൾ വരുന്നു, ശ്രദ്ധിക്കുന്നു, കുറച്ചു പഠിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പുതിയ വാഹനത്തിലേക്ക് പോകുന്നു. അത് സംഭവിച്ചുകഴിഞ്ഞ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഊഹിക്കാൻ കഴിയില്ല, അത് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തികച്ചും മികച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ആഷ്, ഇത് ഉണ്ടാകേണ്ട ഒരു മികച്ച സ്ഥലമാണ്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ആ അറിവ് ലഭിക്കുമ്പോൾ കാറ്റി ബാർ ദി ഡോർ എന്ന് പറയാം. ഇവിടെയുള്ള എല്ലാവർക്കും അതേ കാര്യം പറയാൻ കഴിയും. കാറ്റി ബാർ ദി ഡോർ. കാരണം നിങ്ങൾ ഒരിക്കലും പോകുമെന്ന് കരുതാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകും. അത്രയേ ഉള്ളൂ. ആഷ്, മികച്ച ജോലി. നന്ദി. മൈക്ക്, നല്ല ജോലി. നന്ദി. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കണ്ടെത്താൻ കഴിയുന്ന ഏതൊരു വിവരവും എന്റെ വാക്ക്. ഒന്നാമതായി, ഇത് പ്രായോഗികമാണ്. നമ്മുടെ യാത്രയ്ക്ക് പ്രത്യേകമായ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മറ്റെവിടെയും കണ്ടെത്താൻ കഴിയില്ല. ഇത് ഏത് വിലയ്ക്കും ഉറപ്പാണ്. അതാണ് ഇതിന്റെ കാഴ്ചപ്പാട്. ഇതിന്റെ പ്രത്യേകത. പരമ്പരാഗതമായ സാധാരണമായ വിദ്യാഭ്യാസത്തിന്റെ വലിയ ആരാധകനല്ല ഞാൻ. അത് അപ്രസക്തമാണെങ്കിൽ, കാലഹരണപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അത് കേൾക്കാൻ പോകുന്നില്ല. പ്രവർത്തിക്കുന്ന രസകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അവ വേണം. നിങ്ങൾ ഇന്ന് അത് സ്വീകരിക്കുന്നു. നാളെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉയർന്ന മൂല്യമുണ്ടാകും. നിങ്ങൾ ഒരു മികച്ച നേതാവാണ്. നിങ്ങൾ ഒരു മികച്ച വ്യക്തിയാണ്. നിങ്ങൾ സന്തോഷവാനാണ്. നിങ്ങൾ വിജയിയാണ്. നിങ്ങൾ എവിടെയാണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ പോകാൻ കഴിയും. ആദ്യ ദിവസം, രണ്ടാം ദിവസം, 10 ദിവസം, 60, 90 ദിവസങ്ങൾ. നിങ്ങൾ പൂർണ്ണമായും ഒരു പുതിയ തലത്തിലേക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഒരു പുതിയ തലം. നിങ്ങൾക്ക് കൃത്യമായ ബിസിനസ് നൽകുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നതിന്റെ അടിത്തറ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്ക് അത് പ്രയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിർമ്മിക്കാൻ കഴിയും. നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ് ഉണ്ടാകാം. അതിൽ തകർത്തെറിയാൻ കഴിയും. ഫലം കേന്ദ്രീകരിച്ചുള്ളത്. എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഒരു പാഠപുസ്തകം എടുത്ത് കോട്ടുവാ ഇടാൻ തുടങ്ങുമോ? നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ.
ഇല്ല, അത് ബോറാണ്. ഇല്ല, ഇത് രസകരമായിരിക്കും. ലളിതമായി. ഒരു കല്ലു തലയൻ പോലും ഇത് ചെയ്യും. അല്ലെങ്കിൽ എന്റെ മുത്തശ്ശി, അവരുടെ ശവക്കുഴിയിൽ അവർക്കൊരു കമ്പ്യൂട്ടറോ ഒരു സെൽ ഫോണോ ഓൺ ചെയ്യാൻ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർ ഇതിൽ ആസ്വദിക്കും. അത്രയേ ഉള്ളൂ. ആ കല്ല് ഓൺ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കഴിവ്. ശരി, ഞാൻ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ജോണും ഡാനും എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സൗന്ദര്യത്തിനു മുമ്പ് പ്രായം. അതുകൊണ്ട് ജോൺ, എന്റെ സഹോദരാ, നിങ്ങൾ മുന്നോട്ട് പോകുക. അതെ, ഇത് വിപ്ലവകരമാണ്. ചില കമ്പനികൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അതിൽ പരാജയ നിരക്ക് ഉണ്ടാകുമെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്കത് പ്രശ്നമല്ല, അവർ പണം ലക്ഷ്യമിട്ടവരാണ്. ഈ പ്ലാറ്റ്ഫോം, നമുക്ക് ലഭിച്ച ഈ സമ്മാനം വിനാശകരമായ ഒന്നായിരിക്കും. ഇതിന് നമ്മുടെ സമയം മാത്രമേ ചെലവുള്ളൂ. പരിശ്രമം മാത്രം. മിസ്റ്റർ മുഫറയുടെ തത്വശാസ്ത്രം മാറിയിട്ടില്ല. എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതാണ് ഈ അതിശയകരമായ അവസരത്തിന്റെ സമീകരണ ഫലം. ഒരുപക്ഷേ മറ്റാരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ അത്യാഗ്രഹത്തെയും മറ്റ് കാര്യങ്ങളെയും ആളുകളോടുള്ള സ്നേഹത്തിനു മുന്നിൽ വെച്ചു. ഇത് പൂർണ്ണമായും വിപ്ലവകരമാണ്. ഞാൻ ഇന്റർനെറ്റിലെ മറ്റു വരുമാന അവസരങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ മറ്റെവിടേക്കെങ്കിലും പോയി വിക്ടറി വിത്ത് ആഷിൽ എൻറോൾ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുമായിരുന്നു. നന്ദി സഹോദരാ. നന്ദി. നിങ്ങൾ എന്നെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ആദ്യം ഈ പ്രസ്ഥാനം ഞങ്ങളോടൊപ്പം തുടങ്ങാൻ തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചും ഈ പുതിയ അധ്യായത്തെക്കുറിച്ചും. ഇപ്പോൾ ഞങ്ങളുമായി പൊരുത്തപ്പെടുന്നവർ. നിങ്ങൾ എന്തിനാണ് പോയി പഠിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം മനോഭാവത്തിൽ ഒരു ചെറിയ വിടവുണ്ട്. നിങ്ങൾ വലിയ സംഖ്യകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു. അയൽപക്കങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിക്കുഴയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇതെല്ലാം വ്യക്തമാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ ഇതിനകം ഞങ്ങളുമായി പൊരുത്തപ്പെടുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ ദൗത്യം ഞങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂട്ടായി നിങ്ങളെ നയിക്കാനും ആ അറിവ് നൽകാനും ഞങ്ങൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾ പഠിക്കുമോ? ഞാൻ ആദ്യത്തെ തരംഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പരിവർത്തനത്തെക്കുറിച്ചും ഈ മെറ്റീരിയലുകളെക്കുറിച്ചും ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ആവേശത്തിലാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഉയർന്ന തലത്തിൽ ആയിരിക്കും. നിങ്ങളുടെ അറിവിന്റെ കാര്യത്തിൽ കൃത്യമായി എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുക. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിക്കുക. അതെല്ലാം. അവസാനം ഞങ്ങൾ നിങ്ങൾക്ക് ഡ്രീം അവസരത്തിന്റെ താക്കോൽ നൽകുന്നു. അടിസ്ഥാനപരമായി വിജയത്തിന്റെ ഗോവണി ഞങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. മുകളിൽ അതാണ് നമ്മുടെ സ്വപ്നം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈകൾ എടുക്കുക. ഞങ്ങളോടൊപ്പം പടിപടിയായി പോകുക. ന്യായമായ സമയത്തിനുള്ളിൽ നിങ്ങൾ അവിടെയെത്തും. നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ? അതെ, തീർച്ചയായും. നിങ്ങൾ എത്ര ധനികനാണ്, എത്ര പണമുണ്ട്, എത്ര വിദ്യാഭ്യാസം നേടി, ഏത് ഭാഷ സംസാരിക്കുന്നു, എത്ര ഉയരമുണ്ട്, എങ്ങനെയിരിക്കുന്നു എന്നതൊന്നും പ്രശ്നമല്ല. വിജയത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹവും ഒരു മാറ്റം വരുത്താനുള്ള ആഗ്രഹവുമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് മടങ്ങുക. ഞാൻ ഇതിൽ ചിരിക്കുന്നു, കാരണം സമയം വാങ്ങുന്നതിനെക്കുറിച്ചും മറ്റും. എനിക്ക് സമയം കളയണമെങ്കിൽ ഞാൻ ഇതിനെ വിക്ടറി വിത്ത് ആഷ് എന്ന് വിളിക്കില്ല. ഞാൻ ഇതിനെ പ്രധാന ബിസിനസ് എന്ന് വിളിക്കും. വിശുദ്ധ ബിസിനസ് എന്ന് വിളിക്കും. നമ്മൾ ഇതിനകം ചെയ്ത ചില കാര്യങ്ങൾ അവിടെ ഇടും. അതിന് ഒരു വിലയിടും. യഥാർത്ഥ മൂല്യത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ താൽപ്പര്യമുള്ള മറ്റാരെയാണ് നിങ്ങൾ കണ്ടെത്തുക? ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരൂ. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ അനുയായിയാകാം. ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇത് നിർമ്മിക്കാനും ഇതിലൂടെ പോകാനും സമയമോ ഊർജ്ജമോ പരിശ്രമമോ ചെലവഴിക്കാതെ ഞങ്ങൾക്ക് നേരെ പ്രധാന ബിസിനസ്സിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ പ്രധാന ബിസിനസ് ഇതിനേക്കാൾ മികച്ചതല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ചെയ്ത കാര്യമാണിത്. 3 ആളുകൾ. വലിയ എണ്ണം ആളുകളോടും കൂടുതൽ സമയത്തോടും വലിയ ബഡ്ജറ്റോടും കൂടി ചെയ്താൽ എങ്ങനെയുണ്ടാകും എന്ന് മനസ്സിൽ വെക്കുക. അതുകൊണ്ട് ഇത് അത്രത്തോളം നല്ലതാണെങ്കിൽ ഇതൊരു $100 സബ്സ്ക്രിപ്ഷനല്ല. എനിക്കിത് പണം നൽകിയുള്ള ഒന്നായി മാറ്റണമെങ്കിൽ എനിക്ക് കമ്മീഷനുകൾ നൽകാൻ കഴിയും. നമുക്കിതിനെ ശരിക്കും ഒരു ബിസിനസ്സാക്കി മാറ്റാൻ കഴിയും. എനിക്ക് കഴിയും.
ഇവിടെ കണ്ണിമ വെട്ടില്ല. ഇന്നലെ കഥന്റെ തകരാർ നമ്മളെ ബാധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അതിന് ഒരു വിലയിടാൻ കഴിയും. ഞാൻ ഇവിടെ വികസിപ്പിച്ച ചില കാര്യങ്ങൾ എനിക്ക് ബിസിനസ്സിൽ എറിയാൻ കഴിയും. ഇന്ന്, നാളെ. നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് എത്രത്തോളം മൂല്യവത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മൂല്യത്തിന് പിന്നാലെയാണ് ഞാൻ. ഒരു മാറ്റം വരുത്തുന്നതിന്. വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചുമെല്ലാം എനിക്ക് താൽപ്പര്യം കുറവാണ്. എനിക്കതിന് താൽപ്പര്യമുണ്ടെങ്കിൽ. ഇന്ന് ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. ശരി, നമുക്ക് ജോലിക്ക് പോകാം. കാരണം നമ്മൾ ആ നല്ല സുഹൃത്തുക്കളോടൊപ്പം പ്രവർത്തിക്കാൻ പോകുകയാണ്. അവർ ഞങ്ങളോടൊപ്പം നിന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. വ്യക്തമാക്കാൻ വേണ്ടി പറയട്ടെ. വീണ്ടും വരാൻ തയ്യാറായ 6 ലക്ഷം ആളുകൾ. അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ അവരോടൊപ്പം ആസ്വദിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് സംതൃപ്തിയുണ്ട്. പക്ഷേ അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരക്കണക്കിന് നല്ല ആളുകളെ എത്തിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അവർ അത് ചെയ്യാൻ സന്തോഷമുള്ളവരായിരിക്കും എന്ന് എനിക്കറിയാം. 10,000 നേതാക്കൾ. 10,000 വ്യക്തികൾ. നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. അതുകൊണ്ട് ഞാൻ സംഖ്യകൾക്ക് പിന്നാലെയല്ല. ഇതാണ് നമ്മുടെ ശേഷിയെങ്കിൽ നമ്മൾ അത് തകർത്തു. അതുകൊണ്ട് സംഖ്യകളെക്കുറിച്ചോ എത്ര പേർ എന്നതിനെക്കുറിച്ചോ നിങ്ങൾ എന്നോട് വിഡ്ഢിത്തം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് 100 പേരിൽ ഞാൻ സന്തോഷവാനാണ്. ആയിരങ്ങൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. 10,000. നമ്മൾ അത്ര വലുതാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് അത്തരമൊരു മൂല്യമുണ്ടെങ്കിൽ അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഉള്ളിൽ വരുന്നു. നിങ്ങൾക്ക് കുറച്ച് ക്ലാസുകൾ ലഭിക്കുന്നു. ഓഹോ എന്ന് നിങ്ങൾ പറയും. ഇത്തരത്തിലുള്ള സ്കൂളിലേക്കാണ് ഞാൻ എന്റെ കുട്ടികളെ അയക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ശുദ്ധമായ കാര്യമാണ്. എന്റെ കുട്ടികൾ ആദ്യമായി പഠിക്കുന്നവരിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ അവരോട് സൗജന്യമായി പണം ഈടാക്കും. ഞാൻ തമാശ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് മറുപടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ചില ഗ്രൂപ്പുകളുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ചില ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങൾക്ക് ചില വഴികളുണ്ട്. അത് ചെയ്യാൻ സന്തോഷമുണ്ട്. അടുത്ത ഘട്ടം ഞാൻ ചില വ്യക്തികളോടൊപ്പം പ്രവർത്തിക്കാൻ പോവുകയാണ്. തിരഞ്ഞെടുത്ത ആളുകളെ ക്ഷണിക്കുന്നതിനായി. കൂട്ടായി നമ്മൾ വോട്ട് ചെയ്യും. നമ്മൾ വ്യക്തികളെ വിലയിരുത്തും. നമ്മൾ അവരെ ചർച്ച ചെയ്യും. നമ്മൾ അവരെ ബോർഡ് ചെയ്യും. ഈ വർഷം 2025-ൽ നിങ്ങൾക്ക് വിക്ടറി വിത്ത് ആഷിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അതിനെ ഒരു പ്രത്യേകാവകാശമായി എടുക്കുക. അതിനെ ഒരു വിജയമായി എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നല്ല കാര്യമായി എടുക്കുക. പഴയതിനെക്കുറിച്ചോ 2030-ൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചോ ഒന്നും കൊണ്ടുവരരുത്. നിങ്ങളുടെ ജീവിതത്തിലെ 3 മാസങ്ങൾ എടുക്കുക. ഇത് സ്വാധീനം ചെലുത്തും. നിങ്ങൾ വീണ്ടും നമ്പർ 17 അല്ലെങ്കിൽ നമ്പർ 10,000 ആയാലും എണ്ണം കാര്യമാക്കുന്നില്ല. അത് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ദിവസമായിരിക്കട്ടെ. ഉടൻ നിങ്ങളോടൊപ്പം സംസാരിക്കാം. നന്ദി ആഷ്. നമുക്ക് ആസ്വദിക്കാം. അതാണ് ആഷ്. നന്ദി ആഷ്. ഇത് പ്രവർത്തിച്ചപ്പോൾ എനിക്കിഷ്ടമായി. വളരെ നന്ദി. ശുഭദിനം എല്ലാവർക്കും. പിന്നീട് കാണാം.